ഇന്ന് ഞായറാഴ്ചയാണ്. ദിവ്യബലിക്ക് പോയി അതുമായി ബന്ധപ്പെട്ടുള്ള കാറ്റീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറുന്ന ഒരു സമയത്താണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ ദിവ്യബലിക്കിടെ അൾത്താരയിലേക്ക് കുറച്ച് ആളുകൾ കയറി ചെല്ലുകയും ഒരു വൈദികൻ അതിക്രൂരമായ രീതിയിൽ തള്ളിമാറ്റി ആ ദിവ്യബലി അലങ്കോലപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ കണ്ടു. ഇതാണ് ആ വീഡിയോ. ഞാൻ ഈ വീഡിയോ മുഴുവൻ കാണിക്കണമെന്ന ഉദ്ദേശത്തിലല്ല ഇത് ചെയ്യുന്നത്. ഇത്തരം ഒരുപാട് വീഡിയോകളായി നമ്മൾ കാണുന്നത്. ഒരുപാട് പള്ളികളിൽ ഇത്തരം കാഴ്ചകൾ ഇപ്പോൾ സർവ്വസാധാരണയായിട്ട് മാറി. എന്തിൻ്റെ പേരിലാണ്, അല്ലേ? ആർക്ക് വേണ്ടിയാണ്? എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ, അങ്ങനെ തന്നെ വിളിക്കാമല്ലോ. ആയിക്കോട്ടെ, അൽമാരായിക്കോട്ടെ, പിതാക്കന്മാരായിക്കോട്ടെ, ഇവർ നൽകുന്ന സന്ദേശം എന്താണ്? വരുന്ന ഒരു തലമുറയ്ക്ക്, അല്ലെങ്കിൽ ഇവിടുത്തെ സഭയ്ക്ക്, അല്ലെങ്കിൽ കേരള സമൂഹത്തിന്, ഇവിടുത്തെ വിശ്വാസികൾക്ക് ഇവർ നൽകുന്ന സന്ദേശം എന്താണ്? എന്ത് തോന്നിവാസമാണ്, അല്ലേ? ലേശം ഒരു ഉളുപ്പ്, അല്ലെങ്കിൽ എന്താണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്? കുർബാന തർക്കത്തിൻ്റെ പേരിൽ അത് രമ്യമായി പരിഹരിക്കാനായിട്ട് ഇതുവരെ സാധിക്കാതെ എന്ത് കാണിച്ചിട്ടെന്താണ് കാര്യം? ഇവരെന്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നുള്ള അഭിമാനിക്കുന്നു ഒപ്പം തന്നെ ഇത്തരം കാഴ്ചകളിൽ, അല്ലെങ്കിൽ ഇത്രയും വൃത്തികേടുകളിൽ ലജ്ജിക്കുക കൂടി ചെയ്യണം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കേരള സമൂഹത്തിൽ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിൽ നടക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനെ ഒന്ന് പരിഹാരം ഉണ്ടാക്കാൻ, ഇതിനെ രമ്യമായി ചർച്ച ചെയ്ത് പരിഹരിക്കാൻ സാധിക്കാതെ എന്താണ് ഇവരെന്ത് സന്ദേശമാണ് പിതാക്കന്മാരായിക്കോട്ടെ, ആ സഭയുടെ നേതാക്കന്മാരായിക്കോട്ടെ, ആ സഭയിൽ അൽമാരായിക്കോട്ടെ, അവിടുത്തെ അച്ഛന്മാരായിക്കോട്ടെ, അവരെന്ത് സന്ദേശമാണ് ഈ കേരള സമൂഹത്തിന് നൽകുന്നത്? ലജ്ജ തോന്നുന്നു, കഷ്ടം തോന്നുന്നു. എന്തിൻ്റെ പേരിലായിക്കോട്ടെ, എന്ത് കാരണങ്ങളായിക്കോട്ടെ, ആരുടെ ഭാഗത്താണ് ന്യായം, ശരി, തെറ്റ്, അതൊന്നും നമ്മൾ നോക്കുന്നില്ല. ഇത് തെമ്മാടിത്തരമാണ്. ആ സഭയിലെ വൈദികരും ആ സഭയിലെ പിതാക്കന്മാരുൾപ്പെടെ കാണിച്ചു കൂട്ടുന്നത് തെമ്മാടിത്തരം തന്നെയാണ്. പരിഹരിക്കപ്പെടേണ്ടത് പരിഹരിക്കണം, രമ്യമായി പരിഹരിക്കണം. അതിനിങ്ങനെ ഒരു കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളൊന്നും ശാശ്വതമല്ല. ഒരു സന്ദേശവും അതുകൊണ്ട് നൽകുന്നില്ല. നിങ്ങൾ ചെയ്യുന്നത് ഭയങ്കരമായ ഒരു ഗുരുതരമായ വീഴ്ചയാണ്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ തെറ്റാണ്, പറയാതെ വയ്യ.